TRF പറഞ്ഞായിരുന്നു. ഇല്ലല്ലോ. ഇല്ല ഇല്ല പറഞ്ഞില്ല. Okay. ഇതാണ് നമ്മുടെ ടോപ്പോളജി. അതിന്റെ ഇന്റർഫേസിനകത്ത് കയറി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെയാ കൊടുക്കുന്ന കാര്യം? ജസ്റ്റ് ലാബ് മാത്രമേ ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഒന്നുകൂടി പറയാൻ പറ്റും? ലാഭ ചെയ്യാനല്ലോ. ജസ്റ്റ് ഒന്നൊരു ചെറിയ ഇൻട്രോ തരാമോ സാറേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് നമുക്ക് രണ്ട് കസ്റ്റമർ ഉണ്ട്, R1 ആൻഡ് R6. അപ്പോ നമുക്ക് രണ്ട് ലൊക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ISPയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത് MPLS കണക്ഷൻ ആണ്. ഓക്കെ, ISPയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് MPLS കണക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കസ്റ്റമറിന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, കസ്റ്റമറിൽ നിന്നും നേരെ ഒരു പാക്കറ്റ് വരികയാണ്. എങ്ങോട്ട് പോകാനുള്ള പാക്കറ്റ് വരുന്നത്? 70 പോവാനുള്ള ഒരു പാക്കറ്റാണ് വരുന്നത്. ഇവിടുന്ന് MPLSന്റെ ഇൻഫർമേഷൻ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടുന്ന് നോർമലി ഒരു പാക്കറ്റ് വരും. പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ R2 പറയുന്ന റൗട്ടറാണ് MPLSന്റെ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ S1/1 മുതലാണ് MPLS സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് വരെ എന്തുണ്ടാവില്ല? S1/0 വരെ MPLS ഉണ്ടാവില്ല. ദെൻ R2 പറയുന്ന റൗട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? MPLS ആഡ് ചെയ്യുന്നത്, അതായത് ടാഗുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് തന്നെ R3 പറയുന്ന റൗട്ടർ ഇയാളുടെ ടാഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും? R2 അയച്ചു കൊടുക്കണം. എക്സാമ്പിൾ, ഒരു എന്റെ ടാഗ് എന്ന് പറയുന്നത് 17 ആണ് പറഞ്ഞിട്ട് ആർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും? R2 അയച്ചു കൊടുക്കും. അപ്പൊ R2 ചെയ്യുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഏത് ടാഗ് ആഡ് ചെയ്യും? ഇയാളുടെയും 17 എന്ന രീതിയിൽ എന്ത് ചെയ്യും? ടാഗ് ആഡ് ചെയ്യും. അതായത് നൈബർ അയച്ചു കൊടുക്കുന്ന ലേബൽ ആരെ ആഡ് ചെയ്യും? R2 ആഡ് ചെയ്യും. R2 ചെയ്യുന്നത്, ഇനി എന്ത് കിട്ടിയാലും R2 ആർക്കായിരിക്കും അയച്ചു കൊടുക്കുന്നത്? ഏത് ലേബലിലോട്ടായിരിക്കും അയച്ചു കൊടുക്കുന്നത്? 17 അയച്ചു. അതേപോലെ തന്നെ R3 പറയുന്ന റൗട്ടർ നൈബർ ആയിട്ടുള്ള ഇങ്ങോട്ടും എന്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്? എന്റെ ലേബൽ 17 ആണെന്ന് അയച്ചു. അതേസമയം R4 എന്ത് ചെയ്യും? നൈബറിലോട്ട് എന്റെ എക്സാമ്പിൾ 20 പറയുന്ന ലേബലാണ് ആഡ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ. അതേപോലെ R5 പറയുന്ന റൗട്ടർ എങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങോട്ട് അയാളുടെ എക്സാമ്പിൾ എന്റെ 21 ആണ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? ടാഗുകൾ എല്ലാം തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം R2 എന്ത് കിട്ടിയാലും ഏത് ലേബലിലോട്ട് അയച്ചുവിടും? 17 പറയുന്ന ലേബൽ ആരാണോ കീപ്പ് ചെയ്തിരിക്കും അങ്ങോട്ട് അയച്ചു. R3 പറയുന്ന റൗട്ടർ എന്തായിരിക്കും ചെയ്യുന്നത്? എന്ത് കിട്ടിയാലും ഏത് ലേബലിലോട്ട് അയക്കണം? എന്റെ നൈബർ ആയിട്ടുള്ള 20 അയക്കണം. R4 എന്ത് ചെയ്യും? R4 എന്ത് കിട്ടിയാലും എങ്ങോട്ട് അയച്ചു കൊടുക്കും? 21 അയച്ചു. ഇതുവരെ ആരെത്തും? MPLS എത്തും. ദെൻ R5 പറയുന്ന റൗട്ടർ ഇവിടുന്ന് MPLS റിമൂവ് ചെയ്തിട്ട് നോർമലി ഉള്ള പാക്കറ്റ് ആയിരിക്കും ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്? നൈബറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ഇത്രയും ഈസിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആകെ വരുന്ന എന്താണ്? ഏത് ലേബൽ ആണ് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? മറ്റുള്ള റൗട്ടിംഗ് പ്രോട്ടോകോൾസിനെ അപേക്ഷിച്ച് നമുക്ക് വേറെ ഒരു ലുക്കപ്പും വരുന്നില്ല. എന്ത് കിട്ടിയാലും നേരെ ഏത് ലേബിലോട്ട് പറഞ്ഞേക്കാം? നൈബറിന്റെ ലേബിലോട്ട് പറഞ്ഞേക്കാം. അപ്പൊ ഇവിടെ ലേബൽ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നോർമൽ സ്പീഡിനേക്കാൾ എന്തായി? രണ്ട് ലുക്കപ്പ് വരുന്നതോടെ എന്തായി? ഒരൊറ്റ ലുക്കപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈബറിലോട്ട് പോകാൻ പറ്റും. നമ്മുടെ സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏതൊക്കെ ടേബിൾ നോക്കണം? ഓർമ്മയുണ്ടോ? നമ്മുടെ ഫിബ്, ഫോർവേഡിങ് ഇൻഫർമേഷൻ ബേസ് നോക്കണം. പിന്നെ എന്ത് നോക്കുന്നത്? അഡ്ജസൻസി സ്റ്റെപ്പ്. അപ്പൊ രണ്ട് ലുക്കപ്പ് വരുന്നുണ്ട്. ഇവിടെയോ ആകെ ഒരൊറ്റ ലുക്കപ്പ്. ഡബിൾ സ്ട്രോങ് ആയില്ലേ? ഡബിൾ സ്പീഡ് ആയില്ലേ? ബാക്ക് ബോണിനകത്ത് നമുക്ക് എന്തായാലും മാക്സിമം സ്പീഡ് വേണം. അപ്പൊ കൂടുതൽ ഈ സർവീസ് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മുടെ ISP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ബാക്ക് ബോണിനകത്ത് ബാക്ക് ബോൺ നെറ്റ്വർക്കിന് മാക്സിമം സ്പീഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി കൂടിയാണ് MPLS പറയുന്നത്, മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ് എന്ന്. ഇപ്പൊ നിങ്ങൾ സിസ്കോ റൗട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം കൊടുക്കേണ്ട കമാൻഡ് IPsec എന്നാണ്. നമ്മുടെ ടോപ്പോളജി പ്രകാരം S1/1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. R2ന്റെ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. S1/1 കയറിയിട്ട് ദെൻ MPLS ലേബൽ പ്രോട്ടോകോൾ, അതായത് ഈ പറയുന്ന ലേബലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആരെ സഹായം വേണം? ഒരു പ്രോട്ടോകോളിന്റെ സഹായം നമുക്ക് ആവശ്യം. ആ പ്രോട്ടോകോൾ ജസ്റ്റ് എനേബിൾ ചെയ്യണം. then നമ്മൾ MPLS എനേബിൾ ചെയ്യാൻ കമാൻഡ് താഴെ കാണും. ഈ രണ്ട് കമാൻഡ്സ് ആണ് MPLS എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ റൗട്ടിനകത്ത് ഇനീഷ്യലും റൗട്ടിംഗ് എല്ലാം ചെയ്തിട്ട് സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് വെക്കണം. അതിന്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഈ പറയുന്ന MPLS കൊണ്ടുപോയി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിബ് കാണാൻ, അതായത് ടോപ്പോളജി ടേബിൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് MPLS LDP ബൈൻഡിങ് എന്നുള്ളത്. അതേപോലെ തന്നെ ബെസ്റ്റ് റൂട്ട് കാണാനുള്ള കമാൻഡ് എന്ന് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്നത് LP എന്ന് പറയുന്നത് എന്താണ്, ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ടേബിളാണ്. ഈ രണ്ട് കമാൻഡാണ് നമുക്ക് മെയിൻ വരുന്നത്. പിന്നെ ഏതൊക്കെ ഇന്റർഫേസസ് ആണ് MPLS ഇൻക്ലൂഡ് എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു കമാൻഡ് കൂടി ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഈ ലാബ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ലാബിന്റെ സിനാരിയോ ഓയ് എടുത്തിട്ടില്ലേ വേണമെന്നില്ല, എടുത്തെങ്കിൽ കുഴപ്പമില്ല. എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാറേ ലാസ്റ്റ് വീക്ക് സ്വിച്ചിങ്ങിന് ക്ലാസ് ഒരു ദിവസമല്ലേ ഉണ്ടായുള്ളൂ, 18th മാത്രം. ഓർമ്മ ശരിയാണെങ്കിൽ നാളെ എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം റെക്കോർഡിംഗ് നോക്കിയിട്ട്. ഓക്കെ ഓക്കെ. സൈന്യത്തിനില്ലേ ആ ക്ലാസ്സിൽ സ്വിച്ചിങ്ങിനകത്ത്? 20th ക്ലാസ് ഉണ്ടായിരുന്നു. ഏതൊരു കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 20ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 20 കേൾക്കുന്നുണ്ടോ സൈന്യത്തിൽ? മ്യൂട്ട് ആണ്. 20ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. 18 ഉം 20 ക്ലാസ് ഉണ്ടായിരുന്നു. ആ 20th ഞാൻ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. റെക്കോർഡിംഗ് അയച്ചു തന്നിരുന്നു, പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞാൽ എന്തെങ്കിലും നാളെ പറഞ്ഞു. ശരി ശരി ഓക്കെ. സൈനിക നമ്മുടെ സ്വിച്ചിങ്ങിന്റെ ലാസ്റ്റ് ടോപ്പിക് ഏതാ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വിച്ചിങ്ങിന്റെ മറ്റേ DHCP സ്നൂപ്പിംഗ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് ലാബ് ചെയ്തിട്ടില്ല. ഓ എല്ലാം പറഞ്ഞു വെച്ചില്ലേ? പറഞ്ഞു വെച്ചത്. ഈ റൗണ്ടിങ് ഉണ്ട്. ഞങ്ങൾക്ക് MPLS കൂടി ഉണ്ടെന്ന് തോന്നുന്നു.
R2ന്റെ S1/0 ഭാഗത്ത്, അതായത് R2ന്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് MPLS ഇല്ല, റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കി MPLS പ്രോട്ടോകോൾ LDP എന്ന് കൊടുത്തിട്ടുണ്ട്, MPLS IP എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കമാൻഡാണ് MPLS എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എനേബിൾ ആണ്, താഴേക്ക് റൗട്ടിംഗ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് R1 റിസൾട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. അതായത് ഇനീഷ്യലും റൗട്ടിങ്ങും ചെയ്തിട്ടുണ്ട്, LDP ചെയ്തിട്ടുണ്ട്. വെരിഫൈ ചെയ്യുന്ന നോക്കാം നമുക്ക്. നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ടിങ് അടിച്ച് നോക്കാം. ലാസ്റ്റ് ലൂപ്പ് ബാക്ക് 70 അല്ലേ, 70 ടിങ് 70.0.1 സക്സസ് ആണ്. ഇപ്പൊ ഇവിടുന്ന് ട്രേസ് ആയിട്ട് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് റിസൾട്ട് കാണാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ടാഗുകൾ ആഡ് ചെയ്തിട്ടുള്ള ട്രേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എവിടെ മുതൽ ടാഗ് വന്നിരിക്കുന്ന നോക്കിക്കേ, 20.002 എന്ന് വെച്ചാൽ R2 പറയുന്ന റൗട്ടറിന്റെ S1/0യുടെ IP ആണ്. അവിടെ എന്ത് കാണിക്കുന്നില്ല, ലേബിൾ കാണിക്കുന്നില്ല. ദെൻ 30 ഓൺവേർഡ്സ് എന്താ കാണിക്കുന്നത്, ലേബിളുകൾ കാണിക്കുന്നുണ്ട്. 18 ആണ് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ R3 പറയുന്ന റൗട്ടർ അയച്ചു കൊടുക്കുന്ന ലേബലാണ് നമ്മുടെ സ്വന്തം ലേബിളായിട്ട് ആര് റിസീവ് ചെയ്തിരിക്കുന്നത്, R2 പറയുന്ന റൗട്ടർ. നൈബർ അയക്കുന്ന ലേബിളായിരിക്കും സ്വന്തം ലേബിളായിട്ട് അസൈൻ ചെയ്യുന്നത്. നൈബറിന്റെ ലേബിൾ എന്താണ്, സെയിം തന്നെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ മൂന്നാമത് നോക്കി, നാലാമത് നോക്കി 50 പറയുന്ന നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ കിടക്കുന്ന R4 R5 ബിറ്റ്വീൻ അവിടെ വരെ ലേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലേബിൾ എത്രയാണ്, 16 പറയുന്ന ലേബിളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അവിടുത്തെ ലേബിൾ റിമൂവ് ചെയ്തു, നേരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു 60.02. അതായത് നമ്മുടെ എത്രാമത്തെ റൗട്ടറാണ്, R6 പറയുന്ന റൗട്ടിലോട്ട് കടത്തി. അപ്പൊ സ്റ്റാർട്ടിങ്ങും, അതായത് കസ്റ്റമർ സൈഡ് രണ്ട് സൈഡ് എന്ത് ആഡ് ചെയ്ത് എന്ത് കാണുന്നില്ല, MPLS ഇല്ല. അതിന്റെ ഇടയിലെല്ലാം എന്ത് വന്നിട്ടുണ്ട്, MPLS വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. സാർ ലേബിളിന്റെ സെനാരിയോ, അതായത് R3യുടെ ലേബിള് 18 അല്ലേ, R3യുടെ 18, ആ 18 ഓൾറെഡി ആർക്ക് അയച്ചു കൊടുത്തു, R2ന് അയച്ചു കൊടുത്തു. അപ്പൊ R2 ആ ലേബൽ സ്വന്തം ലേബലായിട്ട് അസൈൻ ചെയ്യും. അല്ലാതെ R2 സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നൈബർ എന്താണോ അയച്ച് ആ ലേബൽ സ്വന്തം ലേബലായിട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ നൈബറിന്റെ പോർഷനകത്ത് പുള്ളിക്കാരൻ എന്ത് ആഡ് ചെയ്യുന്നു, നമ്മുടെ നൈബറിന്റെയും എന്താണ് 18 എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ലേബലുകൾ എന്ത് ചെയ്യുന്നത്. അതായത് ബാക്ക് ബോൺ റൗട്ടേഴ്സിന് അകത്താണ് കൂടുതൽ എന്ത് സംഭവിക്കുന്നത്, ലേബലുകൾ പോകുന്നത്. നൈബേഴ്സ്, ഈ എഡ്ജ് പ്രൊവൈഡർ റൗട്ടറിനകത്തുള്ള പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നൈബർ അയക്കുന്നതായിരിക്കും പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നത്, സ്വന്തം ലേബലായിട്ട് അസൈൻ ചെയ്യുന്നത്. നൈബറിന്റെ എന്ത് ചെയ്യും, ആ ലേബലായിട്ട് അസൈൻ ചെയ്യും. ഇവിടെ സെയിം നമ്പേഴ്സ് വന്നുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ 18 പറയുന്ന ആൾ എന്ത് കിട്ടിയാലും 18 അയക്കണം പറയുമ്പോൾ ആ 18 ആരുടെയാണ്, അപ്പുറത്തുള്ള ആളുടെയാണ്. നെക്സ്റ്റ് R4ന്റെ ലേബലിലേക്ക് അയക്കുന്നു അല്ലേ, അയക്കുന്നത് കാണുന്നില്ലേ, 18 വരുന്നു, 18 അയക്കുന്നു. 16 അയക്കുന്നു. യെസ്, അത് R4. അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറോട് അയക്കുന്നു. അല്ല, R4ന്ന് R5ലേക്ക് അപ്പൊ വരുമ്പോ R4ന്റെ 16 തന്നെയല്ലേ R5ലേക്ക് അയക്കുമ്പോ കൊടുക്കുന്നത്, ലേബിൾ കൊടുക്കുന്നത്. ലേബിൾ അത് കഴിഞ്ഞില്ല, അതോടുകൂടി നമ്മുടെ നൈബർ കഴിഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് നേരെ R5 ലേബിൾ റിമൂവ് ചെയ്തിട്ട് മറ്റേ കസ്റ്റമർ എഡ്ജിലേക്ക് അയക്കുന്നു, കസ്റ്റമറിലോട്ട് അയക്കുന്നു. ഇതാണ് നോർമലി നടക്കുന്ന ടെക്നോളജി. അപ്പൊ ജസ്റ്റ് അതിനുവേണ്ടി നമ്മൾ ഇനീഷ്യൽ റൗട്ടിങ് ചെയ്ത് MPLS എനേബിൾ ചെയ്തു, ഈ ഒരു കമാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നോർമലി നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് എന്തറിയില്ല, എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയില്ല. കസ്റ്റമേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് കിട്ടും, പക്ഷെ ഹൈ സ്പീഡിലായിരിക്കും ആക്സസ് കിട്ടും. അതാണ് MPLSന്റെ പ്രത്യേകത. ആക്ച്വലി MPLS തനിയെ വരയ്ക്കുന്ന ഒരു സാധനമല്ല. MPLS VPN, MPLS BGP ഈ ലെവലിലേക്ക് ആയിരിക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നത്, റൺ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഹെൽപ്പ് നമ്മൾ വേണം. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് EAGRP പറയുന്ന പ്രോട്ടോകോൾ എനേബിൾ ചെയ്യുന്നത്. അതിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും, വേറെ ഏതെങ്കിലും BGP പറയുന്ന പ്രോട്ടോകോൾ ആയിരിക്കും ഉണ്ടാകും. അതുപോലെ തന്നെ MPLS നമുക്ക് നേരിട്ട് VPN കൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത്. ISP തന്നെ എന്ത് ചെയ്യാറുണ്ട്, VPN വെച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. MPLS VPN എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്, നമുക്ക് സെക്യൂരിറ്റി ലെവലിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഇത് ഓക്കെ അല്ലേ, MPLS കേസ് ഓക്കെ അല്ലേ. ഇനി വേണമെങ്കിൽ ആ വെരിഫൈ ചെയ്യുന്ന ഒരു കമാൻഡ് ഒന്ന് കാണിച്ചുതരാം. നമുക്ക് MPLS കാണുന്ന എവിടെയാണ്, R2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കമാൻഡ് ഒന്ന് അടിച്ചുതരാം. ആ ലിബ് കാണാനുള്ള കമാൻഡ് എന്തായിരുന്നു, സോ MPLS LDP binding.
LTP ബ്രാൻഡിങ് പറയുന്ന സമയത്ത് എല്ലാ ഇൻഫർമേഷൻസും വരുന്ന ടേബിൾ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് ടാഗുകൾ ആഡ് ചെയ്തിരിക്കുന്നത് 40 പറയുന്ന നെറ്റ്വർക്ക് ആഡ് ചെയ്തിരിക്കുന്ന ലേബലാണ് 16. അപ്പൊ നമ്മൾ നോക്കിയതാണ് ഏറ്റവും ഈസി. ഇത് കാണുന്നത് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, 40 പറയുന്നത്, പിന്നെ 18 പോകും. അടുത്ത കമാൻഡ് ഇല്ല, അതൊന്ന് പറഞ്ഞു. MPLS LTP ബൈൻഡിങ് അല്ല, അത് ഷോ MPLS ഫോർവേഡ് ടേബിൾ, ഫോർവേഡിംഗ് ടേബിൾ. LFIB അതെ, ഫോർവേഡിംഗ് ടേബിൾ, LS ഫോർവേഡിംഗ് ടേബിൾ. അപ്പൊ 10 എന്ന് പറയുന്നതിനകത്ത് എന്തില്ല, സ്റ്റാർട്ടിങ് അവിടെ ടാഗ് ഇല്ല, ആ നെറ്റ്വർക്കിനകത്ത് ടാഗ് ഇല്ല, മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് പോപ്പ് ടാഗ് എന്ന് പറയുന്ന സമയത്ത് 40 പറയുന്ന നെറ്റ്വർക്ക് അവിടെ കിടക്കുന്നത്, ബാക്ക് ബോണിനകത്ത് കിടക്കുന്ന ടീംസ് ജനറേറ്റ് ചെയ്യുന്ന എന്ന് വിളിക്കുന്ന പോപ്പ് ടാഗ്. പിന്നെ ഈ 60ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ എവിടെ കിടക്കുന്നത്, അവിടെ ഇല്ല കേട്ടോ, അവിടെ ടാഗ് ഇല്ല. ദെൻ പിന്നെ വരുന്ന 18ലോട്ട് പോകുന്ന ടെസ്റ്റ് റൂട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 18 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 17 80 ആണ്. ഓരോ ഇന്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 10 എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് SM/0 വഴിയാണ് വന്നിരിക്കുന്നത്. 40 വന്നിരിക്കുന്നത് SM/1 വഴി ആണ് വന്നിരിക്കുന്നത്. 15 SM/1 വഴി. അതായത് ഇതിനകത്ത് കാണിക്കുന്നതിനകത്ത് ഏറ്റവും ബെറ്റർ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കമാൻഡ് ഇല്ല, ട്രേസ് അടിച്ച് നോക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇൻഫർമേഷൻ. പിന്നെ ഒരു കമാൻഡ് കൂടി ഇല്ല അതിനകത്ത്, ഷോ കമാൻഡ് ഷോ MPLS ഇന്റർഫേസ്, ഇന്റർഫേസസ് അല്ലേ? ഷോ MPLS MPLS ഇന്റർഫേസ്. ഏതൊക്കെ ഇന്റർഫേസ് ആണ്? ഈ റൗട്ടറിനകത്ത് ഏത് ഇന്റർഫേസിനകത്ത് നമ്മൾ MPLS എനേബിൾ ചെയ്തിരിക്കുന്നത്? SM/1. SM/0 പറയുന്നത് ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത്. /1-നകത്ത് നമ്മൾ നമ്മൾ MPLS എനേബിൾ ചെയ്തു. ഓക്കെ അല്ലേ? MPLS പറഞ്ഞല്ലോ, നമ്മൾ MPLSന്റെ ബേസ് ആണ് പഠിച്ചത്. MPLS തനിച്ച് നിൽക്കില്ല. MPLS PGP കയറ്റി വരുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കി വരും. അപ്പൊ നമ്മൾ MP ലെവൽ പഠിക്കുന്നവർക്ക് എന്തായാലും MPLS ലെവലിൽ വർക്ക് ലോഡ് കുറവായിരിക്കും. സെക്യൂരിറ്റി ലെവൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും സെക്യൂരിറ്റി ലെവൽ അല്ലെങ്കിൽ CCA ലെവൽ പോകുന്ന സമയത്ത് MPLSനെ അരച്ചു കുടിക്കേണ്ടി വരും. ബിക്കോസ് ഇത് ISP അകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ്. അപ്പൊ നമുക്കിനി VRF ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാൽ. VLAN എന്ന് കേട്ടിട്ടില്ലേ രണ്ടുപേരും? കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് മാത്രമല്ല, അറിയില്ലേ? VLAN, വിർച്വൽ ലാൻ. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സ്വിച്ചിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോജിക്കലി സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ ആക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ISP ലെവലിൽ പോകുന്ന സമയത്ത് ISP പല ആൾക്കാർക്കും കണക്ഷൻ കൊടുക്കാറുണ്ടല്ലേ, അവരുടെ റൗട്ടർ മുഖാന്തരം കൊടുക്കാറുണ്ട്. അപ്പോ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ഇന്റർഫേസ്, അതായത് F0/0 പറയുന്ന ഇന്റർഫേസും SM/1 എന്ന് പറയുന്ന ഇന്റർഫേസും ഒരു ടീമിന് കൊടുക്കുന്നു. ഓക്കെ, ഒരു ടീമിന് ഈ രീതി കൊടുക്കുക. അതേ റൗട്ടിൽ തന്നെ വേറെ രണ്ട് കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു, വേറെ രണ്ട് ഇന്റർഫേസുകൾ വഴി എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കും. അതായത് ഒരു റൗട്ടറിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ എയർപോർട്ടില്ലേ, കൊച്ചിൻ എയർപോർട്ടിൽ പല ഫ്ലൈറ്റുകളും വരാറുണ്ട് അല്ലെ. ഇൻഡിഗോ ആണ് വരുന്നതെങ്കിൽ ആ ഇൻഡിഗോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു VRF ആണ് മേലെ കാണാൻ വിചാരിച്ചത്. അതേപോലെ തന്നെ ഒരേ റൗട്ടറിന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറെ ടീംസ് എന്ന് പറയുമ്പോൾ വേറെ ടീംസ് വരുന്ന അവർക്കെല്ലാം നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് ചെയ്തിരിക്കുന്ന മെക്കാനിസം പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും എന്താണ്, ഒരു റൗട്ടറിന് ഇതേപോലെ ലോജിക്കലി സെപ്പറേറ്റ് കൊടുത്തിരിക്കുക. VRF യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു സുഹൃത്തോടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞാണ് നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ VRF എന്ന് പറഞ്ഞാൽ സിംപ്ലി വളരെ ചെറിയൊരു സംഗതിയാണ്. എന്താണ്, VLAN അറിയാവുന്നവർക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. ഒരു റൗട്ടറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കലി സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുന്ന മെക്കാനിസം വിളിക്കുന്ന പേരാണ്
VRF എന്ന് പറയുന്നത്. VRF ഹെവി ലെവലിൽ വരുന്നുണ്ട്, VRF BGP ലെവലിൽ CCA ലെവലിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ബേസിക്കലി VRF മാത്രം നമ്മൾ പറയുന്നത്, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് എന്താണ്? VRF ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. വിർച്വൽ റൗട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ VRF ഐഡന്റിഫൈ ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്? VRF നെയിം യൂസ് ചെയ്തിട്ടാണ്. ഈ നെയിം എന്ന് പറയുന്നത് വലിയ നെയിം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് ഭഗീരഥം പിള്ള എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പിങ് അടിക്കില്ലേ, പിങ് അടിക്കുന്ന സമയത്ത് പിങ് സ്പേസ് ഭഗീരഥം പിള്ള ദെൻ IP എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് VRF പേര് കൊടുക്കുമ്പോൾ ജസ്റ്റ് VRF1 അല്ലെങ്കിൽ V1 എന്ന രീതിയിലൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും വലിയ പേരുകൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അപ്പൊ നമ്മൾ ഒരു റൗട്ടറിനകത്ത് VRF ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ VRFന് വേണ്ടി ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. VRFന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ആവും. അപ്പൊ VRF ടേബിൾ. അതുപോലെ തന്നെ VRFന് ഓൺ റൗട്ടിംഗ് ടേബിൾ ഉള്ളത്, സ്വന്തമായിട്ട് ടേബിൾ. ദെൻ എക്സാമ്പിൾ നമ്മൾ താഴെ വരച്ചിരിക്കുന്ന ഒരു പോർഷൻ ഇല്ലേ, ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പോർഷൻ, ഇതെന്തായിരിക്കും? ഓൺ ആയിരിക്കും. VRFന് ഓൺ ആയിരിക്കും. നമ്മൾ മേലെ VRF ചെയ്തിട്ടില്ല. അപ്പം VRF ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഇന്റർഫേസ് ഒക്കെ ഏതിനകത്ത് വരും? നോർമലി ഉള്ള റൗട്ടിംഗ് ടേബിൾ വരും. 2 ടേബിൾ ആവും. VRFന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ VRF ചെയ്യാതെ കിടക്കുന്ന ഇന്റർഫേസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഏതിനകത്തായിരിക്കും? നോർമൽ റൗട്ടിംഗ് ടേബിളിനകത്തായിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ടോപ്പോളജി ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താഴത്തെ മാത്രം VRFലോട്ട് ആഡ് ചെയ്യുന്നു. ഈ ഇന്റർഫേസും ഞാൻ ഏതിലോട്ട് ആഡ് ചെയ്യുന്നു? VRFൽ ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ബട്ട് VRF ഇല്ലാതെ സാധാരണ ചെയ്യുന്ന പോലെ എന്താണ് ചെയ്ത് നോക്കാം. സാധാരണ ഇനീഷ്യൽ കോൺഫിഗറേഷൻ, സാധാരണ റൗട്ടിംഗ്. അതേപോലെ തന്നെ VRFന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ VRFന്റെ റൗട്ടിംഗ് ടേബിൾ. അത് രണ്ടും ഒന്ന് കമ്പയർ നമുക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒന്നും വരുന്നില്ല. കമാൻഡ്സ് ഒക്കെ വളരെ ഈസിയാണ്. ഇനി നമുക്ക് കമാൻഡ്സിലോട്ട് പോവാം. ചെയ്തതിന്റെ കമാൻഡ്സിലോട്ട് പോകാം. അപ്പോൾ ഈ ടോപ്പോളജി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. വളരെ ഈസി ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. ഇവിടെ VRF ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. VRF എനേബിൾ ചെയ്യാൻ വേണ്ടി കമാൻഡാണ് VRF ഡെഫിനിഷൻ. പേര് കൊടുക്കുന്നത് ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് V1. പിന്നെ റൂട്ട് ഡിസ്റ്റിങ്ഷൻ, അതായത് അത് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് കമാൻഡാണ് റൂട്ട് ഡിസ്റ്റിങ്ഷൻ. ആദ്യം പറഞ്ഞാൽ റൂട്ട് ഡിസ്റ്റിങ്ഷൻ എന്നാണ്. പേര് കണ്ട് ഞെട്ടൊന്നും വേണ്ട, ജസ്റ്റ് അതൊരു നെയിം മാത്രമാണ്. ദെൻ ഈ 100 എന്ന് പറയുന്നത് നമ്മളിവിടെ ആക്ച്വലി BGP യൂസ് ചെയ്യുന്നില്ല. BGP ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കമാൻഡ് ഫില്ല് ചെയ്യണം. അപ്പൊ 100 എന്ന് പറയുന്നത് എന്താണ്? BGPയുടെ AS നമ്പർ ആയിട്ട് ഇമാജിൻ ചെയ്യുക. 1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ E1 VRFന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ. BGP പ്ലസ് VRFന്റെ നമ്പർ. അപ്പൊ ഇവിടെ നമുക്ക് VRF തനിച്ച് നിൽക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു AS നമ്പർ ഇട്ട് കൊടുക്കുക എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കമാൻഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? IP4 അഡ്രസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, IPC അല്ല, IP4 വെച്ചിട്ട് ചെയ്യുന്നത്. ദെൻ എക്സിറ്റ് ചെയ്യാം. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ക്രിയേറ്റ് ആയി? VRF ക്രിയേറ്റ് ആയി. ഇനി പറഞ്ഞോ, ഈ V1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. VRF ലൈക്ക് 20 എന്നാണ്. അതായത് നമ്മൾ ഈ V എന്ന് പറയുന്നത് പേരും, ഇത് VRFനെ സൂചിപ്പിക്കുന്ന നമ്പർ 1. നമ്മൾ EHRP 100 എന്നൊക്കെ പറയില്ലേ, അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ. പേര് കൊടുത്താലും നെക്സ്റ്റ് ഒരു നമ്പർ കൊടുക്കണം അല്ലേ? ഒരു നമ്പർ കൊടുക്കാം. VRF എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്റർഫേസിനകത്ത് കയറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർഫേസിനകത്ത് കയറി നേരെ IP അഡ്രസ് കൊടുക്കാൻ പാടില്ല. എന്ത് കൊടുക്കണം? ഞാൻ VRF ഫാമിലിക്കകത്ത് വരുന്നതാണ്, VRF ഫോർവേഡിംഗ് V1 എന്ന് കൊടുത്തതിന് ശേഷം മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത് കൊടുക്കാതെ, ഈ കമാൻഡ് കൊടുക്കാതെ നിങ്ങൾ ഈ കമാൻഡ് ആദ്യം കൊടുക്കുന്നെങ്കിൽ എന്താ സംഭവിക്കാം? അതിനുശേഷം നിങ്ങൾ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന IP അവിടുന്ന് എന്താവും? റിമൂവ് ആവും. ബിക്കോസ് നമ്മളിപ്പോ VRF എനേബിൾ ചെയ്തു അല്ലേ? VRF അതിന് ശേഷം എനേബിൾ ചെയ്യെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന IP ഏതാണെങ്കിലും അത് ഓട്ടോമാറ്റിക് റിമൂവ് ആവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് VRFന്റെ കമാൻഡ് കൊടുത്തിട്ട് മാത്രം VRFനോട് IP ആഡ് ചെയ്യുക, അല്ലെങ്കിൽ IP എന്താവും? റിമൂവ് ആവും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്റർഫേസിനകത്ത് കയറുന്നു, ഞാൻ VRFനകത്ത് വരുന്ന ഫാമിലിയാന്ന് പറയുന്നു, എന്നതിന് ശേഷം മാത്രം എന്ത് കൊടുക്കാവൂ? IP അഡ്രസ് കൊടുക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഇന്റർഫേസിനകത്ത് കയറുക, ജസ്റ്റ് VRF V1 എന്ന് പറഞ്ഞു കൊടുക്കുക, IP അഡ്രസ് പറഞ്ഞു കൊടുക്കുക, നോട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡു ഷോ VRF. അപ്പൊ നമ്മുടെ VRFന്റെ സൈഡ് കഴിഞ്ഞു. VRFനകത്ത് റൗട്ടിംഗ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു റൗട്ടിംഗ് യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, അപ്പൊ നമ്മൾ റൗട്ടിംഗ് ശ്രദ്ധിക്കുക. നമ്മുടെ അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ?
നമ്മൾ ഈ സൈഡാ ചെയ്യുന്ന കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ R1 അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ? 130. R2 110. അപ്പൊ R1 VRF വഴി നമുക്ക് സ്റ്റാറ്റിക് റൂട്ട് എങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം? ഇങ്ങോട്ടും. R2 VRF വഴി സ്റ്റാറ്റിക് റൂട്ട് എങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം? ഈ പറയുന്ന നെറ്റ്വർക്കിലോട്ടും പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ അത് എനേബിൾ ചെയ്യുന്ന കമാൻഡ് ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. നോക്കാം, IP റൂട്ട് VRF V1 കണ്ടോ? ഈ സാധനം നിങ്ങൾ എല്ലാവരും കൊടുക്കണം. പിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതോട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, പിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് പേര് നമ്മൾ വളരെ ചെറിയ പേര് വേണം നമ്മൾ കൊടുക്കാനാണ്. ഇവിടെ R1 അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 130 ആണ്, അതിലോട്ട് റൂട്ട് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ R2 അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 110 ആണ്, അങ്ങോട്ടും റൂട്ട് പറഞ്ഞു കൊടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എന്ത് കിട്ടും? കമ്മ്യൂണിക്കേഷൻ കിട്ടും. ടേബിൾ വെരിഫൈ ചെയ്യുമ്പോൾ കണ്ടോ, എന്ത് ചെയ്യണമെങ്കിലും IP റൂട്ട് എന്ത് കൊടുക്കണം? VRF V1 എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ടേബിൾ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് VRF പിങ് അടിച്ച് നോക്കണമെങ്കിലും പിങ് കൊടുത്തിട്ട് IP പറഞ്ഞു കൊടുക്കാം. അതായത് കമാൻഡ് പറഞ്ഞിട്ട് VRF V1 പറഞ്ഞിട്ട് വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാനായി. ഇതേപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. ഈ EHRP കോൺഫിഗറേഷൻ ഒക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാറ്റിക് റിമൂവ് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലായോ? സ്റ്റാറ്റിക് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് EHRP എനേബിൾ ചെയ്യാം. EHRP എനേബിൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ റൗട്ടർ EHRP 100 കയറുന്നു. 10ഉം 20ഉം ഏതിനകത്ത് വരുന്നതാ? VRF ഇല്ലാത്ത പോർഷൻ, മേലത്തെ പോർഷൻ 10ഉം 20ഉം EHRP അത് രണ്ട് ടേബിളും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? EHRP വെച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ട് ടേബിളും കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റാറ്റിക് പറ്റുണ്ടോ? സ്റ്റാറ്റിക് പറ്റും പറഞ്ഞാൽ നിങ്ങളിപ്പോ മേലെ സ്റ്റാറ്റിക് കൊടുത്ത പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമൽ സ്റ്റാറ്റിക് കൊടുക്കാം. അതായത് VRF V1 ഇല്ലാതെ സ്റ്റാറ്റിക് കൊടുക്കാം. ഏതിലും ഒരെണ്ണം ചെയ്താൽ മതി, EHRPയോ സ്റ്റാറ്റിക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ EHRP ചെയ്തിട്ട് EHRP അകത്താണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? EHRP അകത്ത് കയറിയിട്ട് ഞാൻ പറയുകയാണ്, VRF ഫാമിലിക്കകത്ത് വരുന്ന EHRP ആണ്. ഏതാണ് ഏസ് നമ്പർ പറയുന്നത്? ഒരു 50. ഏതിന് വേണ്ടിയിട്ട്? 110ഉം 120ക്ക് വേണ്ടിയിട്ട്. ക്ലിയർ? ഇതേപോലെ വോയിസ്ക്രിപ്റ്റിന്റെയും EGP ഞാൻ എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ബാക്കിയുള്ളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. ഏതിൽ വരണം നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഇത് VRF OSPF ആണ്. OSPF ചെയ്യുന്ന സമയത്ത് നോർമൽ കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇവിടെ ചെയ്യുമ്പോൾ OSPF റൗട്ടർ OSPF 2, അതായത് ഇവിടെ നിങ്ങൾ 1 ആണ് യൂസ് ചെയ്തത്. ഇവിടെ OSPF 2 വേണ്ടി സെപ്പറേറ്റ് ചെയ്യണം. EHRP അകത്ത് ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അകത്ത് കയറി നമുക്ക് ചെയ്യാൻ വേണ്ടി സൈക്കിൾ. ഇവിടെ എന്താണ് സെപ്പറേറ്റ് ആണ് ചെയ്യണം. റൗട്ടർ OSPF 2 VRF V1 എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? നോർമലി കൊടുക്കുന്ന നെറ്റ്വർക്ക്സ് ആഡ് ചെയ്ത് 2 ഹാഷ് വന്നിട്ടുണ്ട് ആക്സിഡന്റിൽ പറഞ്ഞേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഈ BGP കൂടി ഞാൻ തോന്നുന്നു BGP ഉണ്ട്. BGP ചെയ്യുന്ന സമയത്ത് EHRP ചെയ്ത പോലെ തന്നെയാണ് ഏകദേശം. റൗട്ടർ ഐഡി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് അവിടെയും EHRPക്കകത്ത് നമുക്ക് സെയിം ഏസ് നമ്പർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ അത് കൊടുക്കുന്നു. അതേപോലെ തന്നെ VRF ആഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇവിടെ മുതലാണ് VRF നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് കയറിയിട്ട് നൈബർ റിമോട്ട് ഏസ് നോർമൽ ഉള്ള കമാൻഡ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സെപ്പറേറ്റ് ചെയ്യണം. നോർമൽ BGP അതുപോലെ തന്നെ VRFന് BGP നമുക്ക് എന്താണ് സെപ്പറേറ്റ് നമുക്ക് ചെയ്യണം. അത് വെരിഫൈ ചെയ്യാനുള്ള കമാൻഡാണ് താഴെ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് വരില്ല. എന്നിരുന്നാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചുമ്മാ ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്യാം. നോട്ട് ചെയ്തെങ്കിൽ നമുക്ക് ആ ലാബിന് പെട്ടെന്ന് ചെയ്യുന്നു. IP റൂട്ട് VRF V1. നോട്ട് ചെയ്തോ? കഴിഞ്ഞില്ലേ? നമ്മള് സ്റ്റാറ്റിക് കൂടെ ചെയ്യുന്നെങ്കിൽ മേലത്തെ VRF ഇല്ലാത്ത നെറ്റ്വർക്ക് ആണെങ്കിൽ എങ്ങോട്ടാണോ നെറ്റ്വർക്ക് അഡ്രസ് പറഞ്ഞു കൊടുക്കാം? R1 30ലോട്ടും R2 10ലോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ IP4 അഡ്രസ്സിന്റെ സ്റ്റാറ്റിക് റൂട്ടും വരും. താഴെ നമുക്ക് VRFന്റെയും എന്ത് ചെയ്യാം? കോൺഫിഗർ ചെയ്യാം.
ERF-ന് കോൺഫിഗറേഷൻ വരുമ്പോൾ ടാക്സ് ഒന്ന് ശ്രദ്ധിക്കുക. IP റൂട്ട് കഴിഞ്ഞിട്ട് ERF v1 കൊടുത്തതിന് ശേഷം മാത്രം പറയാവൂ. ERF നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടറിന്റെ വോയിസ് യൂസ് ചെയ്യുമ്പോൾ 7 യൂസ് ചെയ്യുക. ബിക്കോസ് ERF ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല. 3725 സപ്പോർട്ട് ചെയ്യില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാം ലാബ് ചെയ്യുമ്പോൾ കേട്ടോ, ERF ചെയ്യുമ്പോൾ. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ 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 പറഞ്ഞോളൂ. അതായത് ഈ റൗട്ടറിന്റെ സെനാരിയോയിലെ VLAN ആണോ VRF എന്ന് പറയുന്നത്? അതായത് നമ്മൾ നോർമൽ VLAN ചെയ്യാൻ പറ്റില്ലേ റൗട്ടറിൽ? ഇത് നോർമൽ റൗട്ടർ അല്ലേ? അതെ. ആ, അതിൽ നമുക്ക് VLAN ചെയ്യാൻ പറ്റില്ലേ? മൾട്ടി ലെയർ സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് മൾട്ടി ലെയർ സ്വിച്ച് ആണെങ്കിൽ VLAN ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. അല്ല അപ്പൊ റൗട്ടർ നമ്മളിത് ഈ ടെക്നോളജി ശ്രദ്ധിക്കുക. ഈ ടെക്നോളജി മെയിൻലി യൂസ് ചെയ്യുന്ന ആരാണ്? ISP യൂസ് ചെയ്യുന്നത്. അതെ. ISP എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ? കണക്ഷൻസ് സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ? അവിടെ എന്തിനാണ് VLAN? VLAN എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് വരുന്നത്? ഒരു കമ്പനി സൈഡല്ലേ വരുന്നത്. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? പക്ഷെ നമുക്ക് VLAN കൊണ്ട് ചെയ്യുന്ന സാധനം തന്നെയല്ല VRF നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? രണ്ട് ലൊക്കേഷൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് ഒരു ലാൻഡിനകത്ത് വരുന്ന കേസല്ലേ VLAN. ഓക്കെ. അത് തന്നെ ഡിഫറൻസ്. നമ്മൾ അതൊരു ഒരു കൊടുക്കുകയും ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇത് രണ്ട് ലൊക്കേഷൻസ് തമ്മിൽ ചെയ്യുന്നത്. കണക്ഷൻ എന്ന് പറയാം. ഏതാ കണക്ഷൻ? ഓക്കെ, കിട്ടി. +1 0. ഇവിടെ നമുക്ക് F0/0 തന്നെ യൂസ് ചെയ്യുന്നില്ല. രണ്ട് ലൂപ്പ് ബാക്ക് ഇട്ട് കൊടുത്താൽ മതി. L1 L2 ആയിട്ട് ടെസ്റ്റിംഗ് പർപ്പസ് അല്ലേ, ഏതിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ അവിടെ വരയ്ക്കുന്നില്ല. നമുക്ക് F0/0ക്ക് L1 താഴത്തെ കണക്ഷൻ നമുക്ക് L2 ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അത് വേണമെന്നില്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ വേണ്ടിയിട്ട് HP കൊച്ചി എന്നൊക്കെ കൊടുക്കുന്നുള്ളൂ. ഐഡിയ കിട്ടിയില്ല. നമ്മൾ ആക്ച്വലി അങ്ങോട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ എന്താ നമ്മുടെ കമ്പനി ലാനാണ്. ലാനാക്കിയിരിക്കുന്ന PCകളാണ് അവിടെ ഉള്ളത്. അതാണ് അവിടെ സ്വിച്ച് നമ്മൾ കൊടുക്കാനുള്ള റീസൺ. നമുക്ക് ആദ്യം ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യാം. മോഡിൽ കയറിയിട്ട് F0/0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർഫേസ് L0 എന്ന് കൊടുത്തേക്കാം. IP ആഡ് യൂസിങ് 10.1 192.168.10.1 സ്പേസ് പാസ് 25.5.5.0 switch വരുന്നത് S1/1 case
S1/1 IP add 20 dot. അതോടുകൂടി നോർമലി ഉള്ള ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് VRF ചെയ്യാം. ഓക്കെ, VRF കോൺഫിഗറേഷൻ എന്തായിരുന്നു? VRF ഡെഫിനിഷൻ ക്യാപിറ്റൽ V1 തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെ കൊടുക്കുന്നു. RD അതിന്റെ ഫുൾ ഫോം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പേസ് കൊടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. കേട്ടോ, VPN റൂട്ട് ഡിസ്റ്റിങ്ഷൻ, അതായത് VPNO അല്ലെങ്കിൽ DGPO ഇല്ലാതെ ഒന്നും നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ആക്കില്ല, VRF എസ്റ്റാബ്ലിഷ് ആയിക്കില്ല. ഇവിടെ AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS നമ്പർ, നമ്മുടെ VRF നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? IP അഡ്രസ് കൊടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് VRF നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ BGP AS നമ്പർ കൊടുക്കുന്നത് കൂടുതൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. RD എന്ന് കൊടുത്തതിന് ശേഷം AS നമ്പർ ഞാൻ കൊടുക്കുന്നു, ഞാൻ കോളം കൊടുത്ത് 1 കൊടുക്കും. ഇനി എന്തായിരുന്നു? ഏത് അഡ്രസ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്? അഡ്രസ് ഫാമിലി IP4 നമ്മൾ ചെയ്യുന്നത് IP4. അപ്പോൾ VRF ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് AF കാണാം, അഡ്രസ് ഫാമിലി എന്നാണ് മീൻ ചെയ്യുന്നത്, VRF നെക്സ്റ്റ്. ഇനി നമ്മൾ താഴെയുള്ള ഇന്റർഫേസസ് ഏതൊക്കെയാ? താഴെയുള്ള ഇന്റർഫേസസ് ഇന്റർഫേസ് L1 നേരത്തെ L0 ചെയ്തു, നമ്മുടെ L1 കൊടുക്കാം. F0/1 പകരം L1. Then IP add നമുക്ക് വരുന്ന എത്രയാണ്? 110 അല്ലേ? 110.1 മെസ്സേജ്. പിന്നെ വരുന്നത് S1/0 സ്പേസ് S1/0 120 അല്ലേ? 120.1 ഇതേപോലെ ആഫ്റ്റർനൂൺ കയറിയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കുന്ന സാറ് പറഞ്ഞില്ലായിരുന്നു? ആ ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് IP കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ IP പോകുന്നു. യെസ് യെസ്, ഞാൻ ആ ഒരു കമാൻഡ് വിട്ടുപോയി കൊടുക്കാൻ. യെസ്, ഇപ്പൊ നോക്കിക്കോ. ഇപ്പൊ ഞാനിപ്പോ ഒരു മിസ്റ്റേക്ക് പറ്റില്ല എനിക്കിപ്പോ. ഇപ്പൊ ഓൾറെഡി L1 എന്തുണ്ട്? IP ഉണ്ട് അല്ലെ? ഡു ഷോ IP ഇന്റർഫേസ് ഫ്രീ കാണുന്നില്ലേ? 110.1 ഉണ്ട്, 120.1 ഉണ്ട്. ഇനി ഞാൻ അഡ്രസ് ഫാമിലി കൊടുത്തു കഴിഞ്ഞാൽ IP അഡ്രസ് ഒന്ന് റിമൂവ് ആവും. അപ്പൊ ഞാൻ നിൽക്കുന്ന L1 ഞാൻ ആ കമാൻഡ് കൊടുക്കാൻ വിട്ടുപോയി. എന്തായിരുന്നു? VRF ഫോർവേഡിങ്. അത് നന്നായി, അപ്പൊ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാമല്ലോ. V1 അപ്പൊ എഴുതി കാണിക്കും, അതിനകത്ത് IP അഡ്രസ് ഉണ്ടെങ്കിൽ അത് പോകും. അവിടെ പോയി ഡു ഷോ IP ഇന്റർഫേസ് ഫ്രീ 110 ഇല്ല, കണ്ടോ? ആ ഇന്റർഫേസ് VRF ആഡ് ആയി. അതായത് VRF എന്ന് പറഞ്ഞാൽ ഒരു റൗട്ടിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ അത് വേറെ റൗട്ട് പോലെ ആക്ട് ചെയ്യണം. സോ അവിടെ എന്തുണ്ടാവില്ല? നേരത്തെ എന്തെങ്കിലും IP കൊടുത്തിട്ടുണ്ടെങ്കിൽ IP അവിടെ നിന്ന് പോകും. അത് മിസ്റ്റേക്ക് വന്നു, എന്താ നന്നായി. അത് ക്ലിയർ ആയില്ലേ? ഇനിയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? IP കൊടുക്കേണ്ടത്. ലൂപ്പ് ബാക്കിന്റെ IP 110.1. Set interface S1/0 VRF wording E1. IP address അവിടെ പോയി 120.1. VRF കോൺഫിഗറേഷൻ കഴിഞ്ഞു. നോർമൽ ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. VRF കഴിഞ്ഞു. VRF കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ എങ്ങനെ വെരിഫൈ ചെയ്യാം? VRF 100.1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി R2ന്റെ കേസ് നോക്കാം. ആദ്യം നമ്മൾ നോർമലുള്ള കോൺഫിഗറേഷൻ നമുക്ക് ചെയ്തേക്കാം. ഇന്റർഫേസ്
L0 interface L0 കൊടുത്തേക്കാം 30.1 അല്ലേ. IP add 192.168.30.1 5.55.5.6 message interface is one selection 20.2 നോർമലി ഇനിഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും വേണം PR PRF definition E1 രണ്ട് സൈഡ് സെയിം നെയിം ആയിരിക്കണം. Hyphen family B space I1 space 1 PRF heading B1 ഇങ്ങനെ IP കൊടുക്കേണ്ടത്. add നിലനിൽക്കുന്ന 130.192.168.1 5.5.5.0 message interface as 0 plus 1 120.2 എല്ലാം കഴിഞ്ഞിട്ട് നോർമൽ ടൈപ്പിംഗ് കഴിഞ്ഞ് PRF കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? റൗട്ടിങ്. നമുക്ക് ആദ്യം നോർമൽ റൗട്ടിങ് ചെയ്യാം. നോർമൽ റൗട്ടിങ് ചെയ്യുന്ന സമയത്ത് R1 അത് കയറുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. IP റൂട്ട് അഡ്രസ് 192.168.30.0 കൊണ്ട് പോകാനുള്ള മാസ്ക് 55.5.5.0 IP 20.2 192.168 ഇതാണ് നോർമലി വരുന്നത്. ഇനി നമ്മുടെ ഇതിനു വേണ്ടി ചെയ്യുന്നതോ IP റൂട്ട് VRF P1 ഇങ്ങനെയാണ് അൺനോൺ നെറ്റ്വർക്ക് പറയുന്നത്. ഏതാണോ നെറ്റ്വർക്ക് അഡ്രസ് 192.168.130.0 അതിന്റെ മാസ്ക് 5.5.5.0 അങ്ങോട്ട് പോകാനുള്ള IP 192.168.120.s ക്ലിയർ. ഇതേപോലെ ആപ്പിനകത്ത് പോയിട്ട് കാലിബ്രേറ്റ് ചെയ്യാം. IP റൂട്ട് നെറ്റ്വർക്ക് അഡ്രസ് 192.168.10.0 അതിന്റെ മാസ്ക് 5.5.5.0 all next to IP 192.8.20.0 പിന്നെ നമുക്ക് അങ്ങോട്ട് കിട്ടും 192.168.10.1 IP4 ഓക്കെയാണ്. നമുക്ക് VRF കൂടി ചെയ്യാനുണ്ട്. IP VRF V1 നെറ്റ്വർക്ക് അഡ്രസ് 192.168.110.0
mask dot 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 നെക്സ്റ്റ് ബൈറ്റ് 190 dot 168 dot 120. അങ്ങോട്ട് പിങ് ചെയ്യണമെങ്കിലോ പിങ് BRF V1 192 168 110.1. അതും സ- ഇനി റൗട്ടിംഗ് ടേബിൾ കാണണം. എന്തായിരുന്നു കമാൻഡ്? IP root BRF V1. അതിന്റെ ടേബിൾ എന്താണ്? വേറെയാണ്. ഇവിടെ ആരെ കുറിച്ച് കാണിക്കുന്നില്ല? IP4 കുറിച്ച്, അതായത് നമ്മുടെ നോർമൽ റൗട്ടിങ്ങിനെ കുറിച്ച് കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കുന്നത് കംപ്ലീറ്റ് എന്താണ്? ERF ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ എന്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്? 110 നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അത് കാണിക്കുന്നുണ്ട്. ദെൻ ഇവിടുത്തെ പ്രത്യേകത, ഈ ഒരു സീരീസിലുള്ള പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ആ IP, അതായത് C എന്ന് പറയുന്നത് കണക്റ്റഡ് നെറ്റ്വർക്ക് അഡ്രസ്. ആ കണക്റ്റഡ് നെറ്റ്വർക്ക് അഡ്രസ് വരുന്ന L ലോക്കൽ IP രണ്ടും കാണിച്ചു. ഒരു സിംഗിൾ IP എന്നുള്ള രീതിയിൽ രണ്ടും കാണിച്ചു. റൗട്ടിംഗ് ടേബിൾ സക്സസ് ആണ്, വെരിഫൈ ചെയ്തു. നമ്മുടെ നോർമൽ റൗട്ടിംഗ് ടേബിൾ ആണ് എന്ത് കാണിക്കും? ഷോ IP ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവില്ല. നോർമലുള്ള റൗട്ടിംഗ് ടേബിൾ ആയിരിക്കും കാണിക്കും. എന്ന് വെച്ചാൽ BRF ചെയ്യുന്ന സമയത്ത് BRFന് വേണ്ടിയിട്ട് ഓൺ റൗട്ടിംഗ് ടേബിളും വരും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ റൗട്ടിംഗ് ടേബിൾ എന്ന് പറയാം. നമ്മുടെ നോർമലുള്ള റൗട്ടിംഗ് ടേബിളിനെ ഗ്ലോബൽ റൗട്ടിംഗ് ടേബിൾ എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടി. BRF നമ്മൾ എനേബിൾ ചെയ്തു, BRF നമ്മൾ വെരിഫൈ ചെയ്തു. ചെറിയൊരു ടോപ്പിക്കാണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ സന്നിധി? ഓക്കെ ആണ്. അപ്പൊ നമുക്കിനി